ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണിത്. ജില്ല, രാജമാണിക്യം, മീശമാധവൻ, അണ്ണൻ തമ്പി, താണ്ഡവം, രാവണപ്രഭു, തൊമ്മനും മക്കളും പറയാനാണെങ്കിൽ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണിത്. ഒരുപാട് ആൾക്കാർ പളനിയിലേക്ക് യാത്ര പുറപ്പെടാറുണ്ട്. പളനിയിൽ ചെന്നതിന് ശേഷം അവിടെ അടുത്ത് വേറെന്തൊക്കെയുണ്ട് കാണാനെന്ന് ചിന്തിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ പളനിയിൽ നിന്നും വെറും 50 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം. അവിടെ ആയിട്ട് പ്രധാനപ്പെട്ട 2 ഡാമുകളുണ്ട്, തിരുമൂർത്തി ഡാം, അമരാവതി ഡാം. അപ്പോൾ ഇതിന്റെ എല്ലാം പരിസരത്ത് വെച്ചിട്ടാണ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തിരുമൂർത്തി ഡാമിനടുത്തായിട്ട് പ്രധാനപ്പെട്ട 1-2 അമ്പലങ്ങളുണ്ട്. അവിടെ വെച്ചിട്ടാണ് ലാലേട്ടനും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും അഭിനയിച്ച ജില്ല എന്ന് പറഞ്ഞ സിനിമയിലെ ആദ്യത്തെ പാട്ട് അത് ഷൂട്ട് ചെയ്തത് തിരുമൂർത്തി ഡാമിനടുത്തായിട്ടുള്ള അമനലിംഗേശ്വരർ തിരുക്കോവിൽ ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ആ ഒരു പാട്ട് സീൻ ഷൂട്ട് ചെയ്തത്. ഈ പാട്ട് സീൻ മാത്രമല്ല, ഒരുപാട് സിനിമകളുടെ പല സീനുകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൽ നിന്നും 500 മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുളിച്ചിട്ട് വരാൻ പറ്റും. തിരുമൂർത്തി ഡാമിലേക്ക് ഒരു കനാൽ ഒഴുകി വരുന്നുണ്ട്. ഈ കനാലിലാണ് ഈ അടുത്തിടെ ചില്ലിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന ചരിഞ്ഞ് ഒഴുകി വന്നത്. ഈ ചില്ലിക്കൊമ്പനെ അടക്കം ചെയ്തിരിക്കുന്നത് തിരുമൂർത്തി ഡാമിന്റെ പരിസരത്താണ്. തിരുമൂർത്തി ഡാമിൽ നിന്നും 24 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അമരാവതി ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. അമരാവതി ഡാമിനടുത്തായിട്ട് പല വ്യത്യസ്ത തരം മീനുകൾ ഫ്രൈ ചെയ്ത് തരും. 50 രൂപ, 60 രൂപ, 150 രൂപ, ഇങ്ങനെയാണ് മീനുകളുടെ വില. അമരാവതി ഡാമിനടുത്തായിട്ട് ക്രൊക്കഡൈൽ പാർക്കുണ്ട്. പലതരം വ്യത്യസ്ത തരം മുതലകളെ നമുക്ക് അവിടെ കാണാം. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന റോഡിന് കുറുകെയായിട്ട് മാനുകളെല്ലാം ഓടി ക്രോസ് ചെയ്യുന്നത് കാണാം. യാത്രക്കിടയിൽ ഫുഡ് പോയ്സൺ അടിക്കാതെയും പിന്നെ വണ്ടി വഴി കിടക്കാതെ ഇരിക്കണമെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് പോവുക.